ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ജൻമൻ സർവേക്ക് മികച്ച ജനപ്രതികരണം. നമോ ആപ്പിലൂടെയുള്ള സർവേയിൽ ഒരു ദിവസം കൊണ്ട് 5 ലക്ഷം പേരാണ് പങ്കെടുത്തത്. സർക്കാരിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി കോൺഗ്രസ് എംപി ശശി തരൂർ. അമേരിക്ക ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൌത്യം വിജയകരമായിരുന്നുവെന്നും ഭാരതീയൻ എന്ന നിലയിലുള്ള കടമയാണ് നിർവഹിച്ചതെന്നും ശ്രീ തരൂർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സന്ദർശനം സംബന്ധിച്ച റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറുമെന്നും ശ്രീ തരൂർ അറിയിച്ചു. മണിപ്പൂരിലെ 5 ജില്ലകളിൽ നാളെ മുതൽ കർഫ്യൂവിൽ ഇളവ് ഏർപ്പെടുത്തും. രാവിലെ 5 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇളവ്. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൌബൽ, കാക്ചിങ്, ബിഷ്ണുപൂർ എന്നീ ജില്ലകളിലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. 5 ജില്ലകളിൽ ഇന്റർനെറ്റ്, മൊബൈൽ ഡാറ്റ സേവനങ്ങളും നിരോധിച്ചിരുന്നു. ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ വൈകുന്നേരം 5:30 വിക്ഷേപിക്കും. ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത്. 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തിലെ പ്രധാന പരിപാടിയായ യോഗ സംഗമത്തിൽ പങ്കെടുക്കുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ 50,000 പിന്നിട്ട് ശ്രദ്ധേയമായ നാഴികക്കല്ല് കൈവരിച്ചു. 11,000-ൽ അധികം സംഘടനകൾ രജിസ്റ്റർ ചെയ്ത രാജസ്ഥാനാണ് മുൻനിരയിൽ എന്ന് ആയുഷ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 7,000-ലധികം രജിസ്ട്രേഷനുകളുമായി തെലങ്കാനയും 5,000-ഓളം രജിസ്ട്രേഷനുകളുമായി മധ്യപ്രദേശും തൊട്ടുപിന്നിലുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം ചട്ടങ്ങളിൽ ഇളവ് വരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1972-ലെ കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നും ഇതിൽ കേന്ദ്രമാണ് ഭേദഗതി വരുത്തേണ്ടതെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ JN.1 വകഭേദങ്ങളാണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഇതിന് വ്യാപനശേഷി കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. കവരത്തിയിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ പൊതുപരിപാടികൾ ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ കീഴിൽ ദ്വീപുകളിൽ പുരോഗമിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ദ്വീപ് നിവാസികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നൽകുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് 6ാം പ്രവൃത്തി ദിനമായ ഇന്ന് നടന്നു. കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതും ഇരട്ടിപ്പും ഒഴിവാക്കാൻ ആധാർ അടിസ്ഥാനമാക്കിയായിരുന്നു വിവരശേഖരണം. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തസ്തിക നിർണയം നടത്തുക. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികളുടെ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്പൂർണ്ണ പോർട്ടൽ വഴിയാണ് ശേഖരിച്ചത്. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. ബസ് നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജസ്ഥാനിലെ ടോങ്കിൽ ബനാസ് നദിയിൽ 8 യുവാക്കൾ മുങ്ങി മരിച്ചു. മരിച്ചവരെല്ലാം ജയ്പൂരിലെ ഹസൻപുര പ്രദേശവാസികളാണ്. സംഭവത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അനുശോചനം രേഖപ്പെടുത്തി. ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിലെ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെയുണ്ടായ വെടിവയ്പിൽ 9 പേർ മരിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ അക്രമിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂഡൽഹിയിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ദ്വാരക സെക്ടർ 13-ലെ സബാദ് അപ്പാർട്ട്മെന്റിന്റെ 7ാം നിലയിലെ ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് രക്ഷപ്പെടുന്നതിനായി മൂവരും 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതി മുകേഷ് M. നായർ മുഖ്യാതിഥിയായി പങ്കെടുത്ത സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. TS പ്രദീപ് കുമാറിനെ സ്കൂൾ മാനേജറാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതി ചടങ്ങിൽ എത്തിയതിൽ ഹെഡ്മാസ്റ്റർക്ക് വീഴ്ചയുണ്ടായെന്ന് DDE നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.